മക്കളെ, അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് എന്തായാലും ഉള്ളൊരു ചാപ്റ്ററാണ് കീപ്പിംഗ് ഡിസീസസ് അവേ, അല്ലെങ്കിൽ അകറ്റി നിർത്താം രോഗങ്ങളെ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്കൊരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം, പെട്ടെന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ മക്കളെ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ എല്ലാം തന്നെ പഠിച്ചവർക്കാണെങ്കിൽ റിവൈസ് ചെയ്യാനും പഠിക്കാത്ത മക്കൾക്ക് എല്ലാം ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇനി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് വേണം, ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് കുറച്ച് അസുഖങ്ങളാണ് അല്ലേ. പകരുന്ന അസുഖങ്ങളുണ്ട്, പകരാത്ത അസുഖങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, കണ്ടേജിയസ് ഡിസീസസ് ആൻഡ് നോൺ കണ്ടേജിയസ് ഡിസീസസ്. പകരുന്ന അസുഖങ്ങൾ എന്തായാലും ആരായിരിക്കും ഉണ്ടാക്കുന്നത്, നമുക്കൊരു രോഗകാരി ഉണ്ടാവും അല്ലേ, ഒരു പാത്തജൻ ഉണ്ടാകും. അപ്പോൾ അതിൽ നമ്മുടെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്, അതുപോലെ തന്നെ വേംസ് അല്ലെങ്കിൽ വിരകളുണ്ട്. ഓക്കെ, വേംസിനെയാണ് നമുക്ക് മലയാളത്തിൽ വേറെ പേര് പറയുന്നത് വിരകളാണ്. ഇനി പകരാത്ത അസുഖങ്ങൾ പലതരത്തിലുണ്ട്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്, ജനിതക രോഗങ്ങളായിട്ടുള്ള ജനറ്റിക് ഡിസീസസ് ഉണ്ട്, പിന്നെ പോഷകങ്ങളുടെ അപര്യാപ്തത ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം തൊഴിൽപരമായിട്ടുണ്ടാകുന്ന ഒക്യുപ്പേഷണൽ ഡിസീസസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ജനറ്റിക് ഡിസീസസ് 3 എണ്ണവും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരു 5 എണ്ണമാണ് പഠിക്കാനുള്ളത്. മറ്റേ തൊഴിൽപരമായിട്ടുള്ള അസുഖങ്ങളും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയുടെ അസുഖങ്ങളും പഠിക്കാനില്ല. അപ്പോൾ അതിൽ നമ്മളുടെ ബാക്ടീരിയൽ ഡിസീസസിൽ നമുക്ക് 3 എണ്ണമാണ്. നമ്മുടെ എലിപ്പനി, റാറ്റ് ഫീവർ, അതുപോലെ ഡിഫ്തീരിയ, ട്യൂബർക്കുലോസിസ്. ദെൻ നമ്മുടെ വൈറസിൻ്റെ കാര്യത്തിൽ നിപ്പ, അതുപോലെ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്. ദെൻ ഫംഗസിൻ്റെതാകിയ 2 എണ്ണം, പ്രോട്ടോസോവയുടെ ഒരു മലേറിയ. ദെൻ വേംസ് അല്ലെങ്കിൽ വിരകൾ ഉണ്ടാക്കുന്ന ഒരു ഫൈലേറിയാസിസ്, അല്ലെങ്കിൽ നമ്മളിതിനെ മലയാളത്തിൽ പറയും മന്ത് രോഗം. ഓക്കെ, ഇത്ര മാത്രമേ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ പകരുന്നത്. നമ്മൾക്ക് ഈ പകരുന്ന അസുഖങ്ങൾ എന്തായാലും രോഗകാരികളുണ്ടാവും, ബാക്ടീരിയ, വൈറസ് അവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒരാളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അസുഖമുള്ള ഒരാളെ നമ്മൾ അവരുടെ ഇപ്പം ഈ ഒരു അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയ, വൈറസൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ടച്ചിങ്ങിലൂടെ വരാം. അതുപോലെ തന്നെ ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വരാം, കഫിങ്ങും സ്നീസിങ്ങും വരാം. പിന്നെ നമ്മൾ വൃത്തിയാക്കാത്ത വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ വരാം. പിന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറും അതുപോലെ തന്നെ ഫുഡും ഒക്കെ കഴിക്കുമ്പോൾ, മലിനമായ ജലവും ഭക്ഷണവും കഴിക്കുന്നതിലൂടെ വരാം. വാഹകർ അഥവാ വെക്ടാസിലൂടെ വരാം. അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ്, അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങളിലൂടെയൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇതൊന്നും എൻ്റെ മക്കൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മളുടെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമായിട്ടുള്ള റാറ്റ് ഫീവർ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അതിനെ പറയും എലിപ്പനി. അപ്പോൾ എലിപ്പനി എന്ന് പറയാൻ കാരണം തന്നെ ഇതുണ്ടാക്കുന്നത് ആരാണ്, നമ്മുടെ എലി, അതുപോലെ തന്നെ ഡോഗും വരും കേട്ടോ. അപ്പോൾ എലിയുടെ ശരീരത്തിലാണ് നമ്മളുടെ ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയ. ആ ബാക്ടീരിയയുടെ പേര് എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം, ലെപ്റ്റോസ്പൈറ. അപ്പോൾ ഈ ലെപ്റ്റോസ്പൈറ എന്ത് ചെയ്യാണ്, നമ്മുടെ ബാക്ടീരിയ എലിയുടെ ശരീരത്തിൽ മൂത്രത്തിലൂടെ പുറത്തു വരികയാണ്. അപ്പോൾ അവർ കെട്ടിക്കിടക്കുന്ന വെള്ളം, സ്റ്റാഗ്നന്റ് വാട്ടറിൽ പോയി മൂത്രം ഒഴിക്കും. അപ്പോൾ നമ്മുടെ ബാക്ടീരിയ എവിടെ എത്തി, ഈ വെള്ളത്തിലെത്തി. ഓക്കെ, നമ്മൾ ഈ വെള്ളം ചവിട്ടുകയാണ്, നമ്മളുടെ കാലിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയ നേരെ നമ്മുടെ ശരീരത്തിൽ കയറും. ബാക്ടീരിയ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അവർ ചില ടോക്സിൻസ് റിലീസ് ചെയ്യാൻ തുടങ്ങും, ചില വിഷവസ്തുക്കൾ റിലീസ് ചെയ്യാൻ തുടങ്ങും. ആ ടോക്സിൻസ് നമ്മുടെ ബ്ലഡ് കാപ്പിലറി അല്ലെങ്കിൽ രക്തലോമികകൾ മുറിക്കും. ഓക്കെ, ആ ടോക്സിൻസ്. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്ന പലതരത്തിലുള്ള സിംറ്റംസ്. നമുക്ക് പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, കണ്ണിൽ ചുവപ്പ് നിറം, റെഡ്നെസ് ഇൻ ദി ഐസ് ഉണ്ടാവും, മസിൽസിന് പെയിൻ ഉണ്ടാകും, പേശി വേദനയൊക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് ഉറപ്പിക്കാം നമുക്ക് എലിപ്പനിയാണെന്നുള്ളത്. അത്രമാത്രമേ ഉള്ളൂ എലിപ്പനിയിൽ പറയാൻ. രണ്ടാമത്തെ ബാക്ടീരിയൽ ഡിസീസാണ് ഡിഫ്തീരിയ. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, നമ്മുടെ തൊണ്ടയിൽ അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലൊക്കെ ഇങ്ങനെ ആഷ് കളേർഡ് കോട്ടിങ് ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, നമ്മുടെ തൊണ്ടയിലൊക്കെ എന്താണ്, ഒരു ചാര നിറത്തിലുള്ള ഒരു കട്ടിയുള്ള ആവരണം ഉണ്ടാവുകയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓൾറെഡി ഡിഫ്തീരിയ ഉള്ള ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എന്ത് ചെയ്യും, ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയേ. അപ്പോൾ ഈ ബാക്ടീരിയ എന്ത് ചെയ്യാണ്, നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് ഇത് ബാധിക്കുന്നത് നമ്മുടെ മൂക്കിലും തൊണ്ടയിലൊക്കെ മ്യൂക്കസ് മെമ്പറൈൻ ഉണ്ടല്ലേ, ഒരു ശ്ലേഷ്മ ആവരണമുണ്ട്. അപ്പോൾ ഈ ശ്ലേഷ്മത്തിൻ്റെ ആവരണമാണ് എന്ത് ചെയ്യുന്നത്, മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോശങ്ങളെയാണ് ഇവർ നശിപ്പിക്കുക. ബാക്ടീരിയ റിലീസ് ചെയ്യുന്ന വിഷവസ്തുക്കളിലെ ടോക്സിൻസ് മൂക്കിലെയും തൊണ്ടയിലെയും നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനെ നശിപ്പിക്കും. ആ നശിച്ച കോശങ്ങളാണ് ഇങ്ങനെ ആഷ് കളേർഡ് കോട്ടിംഗ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് ഭയങ്കര തൊണ്ടവേദന ഉണ്ടാകും, നമ്മളെ ലിംഫ് നോഡുകൾക്കൊക്കെ വീക്കം, ഇൻഫ്ലമേഷൻ ഉണ്ടാകും, പിന്നെ പനി ഉണ്ടാകും. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ
പ്രതികരിക്കാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് വരാതിരിക്കാൻ നമുക്ക് വാക്സിനുകൾ എടുക്കുക. വന്ന കോശങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ബാക്കിയുള്ള കോശങ്ങൾ നശിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻറ്റി ടോക്സിൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മളുടെ മൂന്നാമത്തെ ബാക്ടീരിയൽ ഡിസീസാണ് ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേര് എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കുക, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അപ്പോൾ ഇതും ഒരാൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമാണ് മറ്റൊരാളിലേക്ക് എത്തുന്നത്. ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ലങ്സിനെയാണ്, ശ്വാസകോശത്തിനെയാണ്. പിന്നെ നമ്മുടെ ബ്രെയിനിനെയും കിഡ്നീനെയും അതുപോലെ ബോൺസ്, അസ്ഥികളെയും ജോയിൻസ്, സന്ധികളെയൊക്കെ ബാധിക്കും. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ശരീരത്തിൻ്റെ ഭാരം കുറയുക എന്നുള്ളതാണ്. ഭാരം കുറവ്, അതായത് ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, പിന്നെ ഭയങ്കര ക്ഷീണം, ഫെറ്റീഗ്. ഓക്കെ, ഇതിൻ്റെ സ്ഥിരമായ ചുമ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ തുടർച്ചയായി ചുമച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്സിൻ, BCG എന്ന് പറയുന്ന വാക്സിൻ്റെ പേര് മറക്കാതിരിക്കുക. BCG വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാവുന്നത്. ഇനി നമ്മളുടെ ബാക്ടീരിയ ഡിസീസ് 3 കഴിഞ്ഞു. ഇനി നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ വൈറൽ ഡിസീസസിലേക്ക് പോവാണ്. അപ്പോൾ അതിൽ മക്കളെ നിപ്പ എങ്ങനെയാണ് പകരുന്നത് എന്ന് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, കൂടുതലൊന്നും പഠിക്കാനില്ല. അപ്പോൾ നിപ്പ നമ്മൾക്ക് കിട്ടാൻ 3 സാധ്യതകളാണ്. ഒന്ന്, ബാറ്റാണല്ലോ നിപ്പ വൈറസിനെ സ്പ്രെഡ് ചെയ്യിക്കുന്ന വാഹകർ അല്ലെങ്കിൽ വെക്ടർ. അപ്പോൾ അവരുടെ യൂറിൻ അല്ലെങ്കിൽ അവരുടെ സെലൈവ നമ്മൾ കോണ്ടാക്റ്റിൽ വന്നാൽ, അല്ലെങ്കിൽ അവർ കഴിച്ച ഫ്രൂട്ട് നമ്മൾ കഴിച്ചാൽ. ഓക്കെ, 1, 2. പിന്നെ ഓൾറെഡി പിഗ്ഗിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ വവ്വാലിൻ്റെയൊക്കെ മൂത്രത്തിലൂടെയോ സെലൈവയിലൂടെയോ പിഗ്ഗിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പിഗ്ഗിൻ്റെ മീറ്റ്, ഇറച്ചി നമ്മൾ കഴിച്ചാൽ നമുക്ക് വരും. അപ്പോൾ 3 രീതിയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിഗ്ഗിന് എങ്ങനെയൊക്കെ കിട്ടാം? ഒന്ന്, നമുക്ക് കിട്ടുന്ന പോലെ സെലൈവ, യൂറിൻ, അതുപോലെ അവർ കഴിച്ച ഫ്രൂട്ട് കഴിച്ചാലും പിഗ്ഗിന് കിട്ടും. ഇത്ര മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പിന്നെ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളതാണ് നമ്മളുടെ എയ്ഡ്സ്. ഓക്കെ, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വൈറസിൻ്റെ പേര് എൻ്റെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. HIV എന്നാണ് വൈറസിൻ്റെ പേര്. അപ്പോൾ ഈ HIV എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ലിംഫോസൈറ്റുകൾ, അല്ലേ, നമ്മുടെ ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ WBC, അവരെയാണ് നശിപ്പിക്കുക, പ്രത്യേകിച്ച് T ലിംഫോസൈറ്റുകൾ. അപ്പോൾ അവരെ നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷി കുറയും. അപ്പോൾ നമുക്ക് പല അസുഖങ്ങളും വരും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത് എങ്ങനെയൊക്കെയാണ് പകരുന്നത്. 4 രീതിയിലാണ് എയ്ഡ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുക. ഒന്ന്, ഓൾറെഡി ഉള്ള ഒരാളുടെ കൂടെയുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. ഒന്നൊരു അമ്മയ്ക്കുണ്ടെങ്കിൽ കുഞ്ഞിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജനിക്കുന്ന സമയത്ത്. ദെൻ ഒരാൾ, എയ്ഡ്സ് ഉള്ള ഒരാൾ ഉപയോഗിച്ച നീഡിൽസും സിറിഞ്ചും ഷെയർ ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെ എയ്ഡ്സ് ഉള്ള ഒരാളുടെ ബ്ലഡോ അവരുടെ ഓർഗൻസോ നമ്മൾ സ്വീകരിക്കുമ്പോൾ. എങ്ങനെയൊക്കെ പകരില്ല ഇതും ചോദിക്കാറുണ്ട്. എയ്ഡ്സ് ഉള്ള ഒരാളെ നമ്മൾ ടച്ച് ചെയ്താലോ, അയാളോട് സംസാരിച്ചാലോ, അയാളെ ഹഗ് ചെയ്താലോ, അയാളുടെ കൂടെ റൂം ഷെയർ ചെയ്താലോ, ഒരു പൂളിലോ ബാത്ടബിലോ അങ്ങനെ കുളിച്ചാലോ, അയാളുടെ കൂടെ ഭക്ഷണം കഴിച്ചാലോ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, എയ്ഡ്സ് പകരില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 or 3 എണ്ണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് ഇതിൽ മിസ് ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, അതാണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നതും എന്താണ്, ഒരു വൈറൽ ഡിസീസാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് മെയിനായിട്ട് നമ്മളുടെ ആരെയാണ് ബാധിക്കുക? ലിവറിനെയാണ് ബാധിക്കുക. ഓക്കെ, അപ്പോൾ ലിവറിന് ഡാമേജ് സംഭവിക്കുക അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ലിവർ ഉണ്ടാക്കുന്ന ബൈൽ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഫ്ലോ ബ്ലോക്ക് ആവും. അപ്പോൾ ബൈലിൻ്റെ ഫ്ലോ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബൈലിൽ ഒരു പിഗ്മെൻ്റാണ് ബിലിറൂബിൻ. അപ്പോൾ ഈ ബിലിറൂബിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടും. അപ്പോൾ ഈ ബിലിറൂബിൻ ഒരു യെല്ലോയിഷ് കളറാണ്. അപ്പം ഇത് രക്തത്തിൽ അമിതമായിട്ടുണ്ടാകുമ്പം ഇത് എന്ത് ചെയ്യും? നമ്മുടെ നഖങ്ങളുടെ വെള്ളയിലും നമ്മുടെ കണ്ണിൻ്റെ വെള്ള ഭാഗത്തൊക്കെ അടിഞ്ഞുകൂടും. ഓക്കെ, ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കരൾ രോഗമാണ്. ഓക്കെ, നമ്മളുടെ ഈ ഒരു ലിവർ ഡാമേജ് ആകുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ബൈലിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മൂലം ബിലിറൂബിൻ്റെ അളവ് കൂടും രക്തത്തിൽ. അപ്പോൾ അത് നമ്മുടെ കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലൊക്കെ അടിഞ്ഞുകൂടി മഞ്ഞ നിറം അനുഭവപ്പെടുന്നതാണ് അതിൻ്റെ സിംറ്റംസ്. ഓക്കെ, അപ്പം ഇത് ഒരു വൈറസ് ഉണ്ടാക്കുന്നുണ്ട്. അത് കൂടാതെ പല രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ കരൾ രോഗം നമുക്ക് പകരും. അപ്പോൾ വൈറസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ ഇത് പഠിക്കുന്നത്. പിന്നെ നമുക്ക് ഫംഗസ് ഉണ്ടാക്കുന്ന 2 അസുഖങ്ങൾ, വെരി സിമ്പിൾ. ഒന്നാണ് റിംഗ് വോം, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും വട്ടച്ചൊറി. അപ്പോൾ പേര് തന്നെയുണ്ട്, റിംഗ് വോം, അല്ലേ. അപ്പോൾ ഇത് വേമല്ല ഉണ്ടാക്കുന്നത്, ആക്ച്വലി ഇത് ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. അപ്പോൾ ഈ റിംഗ് വോമിൻ്റെ പേര് വരാൻ കാരണം വട്ടത്തിൽ റെഡ് കളറിലുള്ള തിണർപ്പുകളായിട്ടാണ്
കാണുന്നത്. ഓക്കെ, റെഡ് റൗണ്ട് ബ്ലിസ്റ്റേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ സിംറ്റം. നിങ്ങൾക്ക് ഇവിടെ കാണാം, വട്ടത്തിലാണ്, റെഡ് കളറിലാണ്, ബ്ലിസ്റ്റേഴ്സ് ആയിട്ടാണ് കാണുന്നുണ്ടാവുക. ഇത് മറ്റൊരാളെ ടച്ച് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ പകരുന്ന ഒരു അസുഖമാണ്. ദെൻ അടുത്തതാണ് നമ്മളുടെ അത്ലറ്റ്സ് ഫുട്ട്. അതായത് മലിനമായിട്ടുള്ള ജലത്തിലും വെള്ളത്തിലൊക്കെ, മണ്ണിലും വെള്ളത്തിലൊക്കെ നമ്മളിങ്ങനെ കാല് ചെരുപ്പൊന്നും ഇടാതെ നമ്മൾ നടക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ എന്തുണ്ടാകും? നമ്മുടെ ഫംഗസ് ഉണ്ടാകും. അത് നമ്മുടെ കാലിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുക. അവിടെ എന്തുണ്ടാകും? നമുക്ക് സ്കെയിലി ലെഷൻസ് ഉണ്ടാക്കും. നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്ന സ്കെയിലി ലെഷൻസ്, നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ചൊറിഞ്ഞ് കാല് മുഴുവൻ പൊട്ടും. ഓക്കെ, അതിൻ്റെ ലക്ഷണം എന്താണ് പറയുന്നത്? സോള്, അതായത് നമ്മുടെ കാൽപാദത്തിൻ്റെ അടിയിലും വിരലുകൾക്കിടയിലുമാണ് നമുക്കിത് കാണാൻ പറ്റുക. അപ്പിയറൻസ് ഓഫ് റെഡിഷ് സ്കെയിലി റാഷസ്. ഓക്കെ, ചുവന്ന കളറിലുള്ള ഒരു റാഷസ് ആയിട്ട് കാണാം. ഭയങ്കര ചൊറിച്ചിലായിരിക്കും, ഭയങ്കര ഇച്ചിങ് ഉണ്ടാകും. ഇതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷണം. ഇതെങ്ങനെയാണ് പകരുക? മലിനമായ ജലത്തിലും വെള്ളത്തിലൊക്കെ നമ്മൾ ചെരുപ്പൊക്കെ ഇടാണ്ട് നടക്കുമ്പോൾ. പിന്നെ നമ്മുടെ മലേറിയ ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടോസോവയാണ്. ഓക്കെ, മലേറിയ ഉണ്ടാക്കുന്ന ആരാണ്? ഒരു പ്രോട്ടോസോവയാണ്. അപ്പം ഈ ഒരു പ്രോട്ടോസോവയുടെ പേരാണ് പ്ലാസ്മോഡിയം. അപ്പോൾ ഇത് പകർത്തുന്നത് ആരാണ്? നമ്മുടെ കൊതുകാണ്. അപ്പോൾ കൊതുകിൻ്റെ പേരെന്താ? മാൻ എന്നാണ് മിസ് ഒരു കോഡ് പറഞ്ഞത് അല്ലേ. അപ്പം മലേറിയ അനോഫിലസ്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് ഇത് പകർത്തുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇതൊരു പ്രോട്ടോസോവയാണ് ഉണ്ടാക്കുന്നത്. ആ പ്രോട്ടോസോവയുടെ പേരാണ് പ്ലാസ്മോഡിയം. ആരാണ് വാഹകർ? നമ്മുടെ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഷിവറിങ്ങോട് കൂടിയ പനി അല്ലേ, ഭയങ്കര ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, വിറയലോട് കൂടിയ പനി ഉണ്ടാകും, നല്ല സ്വെറ്റിംഗ് ഉണ്ടാകും. അത് കൂടാതെ ഉള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? തലവേദന ഉണ്ടാകും, അതുപോലെ വയറിളക്കം ഉണ്ടാകും, ഛർദി ഉണ്ടാകും, അനീമിക് ആയിരിക്കും. ഓക്കെ, അതാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ പറയുന്നത്. ദെൻ കംസ് ഫൈലേറിയാസിസ്. ഇതാണ് നമ്മളുടെ വേം അല്ലെങ്കിൽ വീര ഉണ്ടാക്കുന്നത്. ഓക്കെ, വീരകൾ ഉണ്ടാക്കുന്നതാണ്. ഫൈലേറിയൽ വേംസ് ആണ് ഇത് പരത്തുന്നത്. അപ്പോൾ ഇത് പരത്തുന്ന ഒരു വാഹകരുണ്ട്. വാഹകരുടെ പേരാണ് ക്യുലെക്സ് മൊസ്കിറ്റോ. FC എന്ന് കോഡ് ആലോചിക്കാൻ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈലേറിയാസിസ്, ക്യുലെക്സ് മൊസ്കിറ്റോ. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ലിംഫ് ഡക്ട്, കാലിലൂടെയാണ് ഇത് മെയിൻ ബാധിക്കുക. അപ്പോൾ ലിംഫ് ഡക്ട് അല്ലെങ്കിൽ ലിംഫ് വാഹികളിൽ പോയിട്ട് ഈ വിരകളുടെ ലാർവകൾ ഡെപ്പോസിറ്റ് ചെയ്യും. അവർ വളർന്ന് പന്തലിച്ച് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് ഇവർ കുറേ എണ്ണം ആകും. അപ്പോഴെന്താണ്? ഈ ലിംഫ് ഡക്റ്റിലാണ് ഇവരുള്ളതല്ലേ. അപ്പോൾ അവരുടെ ഫ്ലോ തടസ്സപ്പെടും. അങ്ങനെ ലിംഫ് ഡക്ട് സ്വെല്ല് ചെയ്യാണ്, വീർക്കുകയാണ്. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ദരോഗം. കോസ്ഡ് ബൈ ഫൈലേറിയൽ വേംസ് അല്ലെങ്കിൽ ഫൈലേറിയൽ വിരകളാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? വേം സ്റ്റേ ഇൻ ദ ലിംഫ് ഡക്ട്. എവിടെയാണ്? ലിംഫ് വാഹികളിൽ ഇവർ തങ്ങി നിന്ന് ലിംഫിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ എന്ത് ചെയ്യാണ്? ലിംഫ് വാഹികൾ വീർക്കുന്നു, അല്ലെങ്കിൽ വീങ്ങുന്നു, അല്ലെങ്കിൽ സ്വെല്ല് ചെയ്യുന്നതാണ് നമ്മുടെ ഫൈലേറിയാസിസ്. ദെൻ കംസ് നമ്മുടെ ഫസ്റ്റ് ജനറ്റിക് ഡിസീസ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ജനിതക രോഗങ്ങളൊക്കെ എങ്ങനെയാണ് മക്കളെ? ജനിതക രോഗങ്ങളെല്ലാം ജീനിൽ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറയുന്ന ജനിതക രോഗത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഹീമോഫീലിയ രക്തം കട്ട പിടിക്കാത്ത അസുഖമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് രക്തം കട്ട പിടിക്കാത്തത്? കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട ജീൻ തകരാറിലായി. ഓക്കെ, ഒരു പ്രോട്ടീൻ വേണം രക്തം കട്ട പിടിക്കാൻ. അതുണ്ടാക്കുന്ന ജീൻ തകരാറിലായാൽ രക്തം കട്ട പിടിക്കില്ല. ആ ഒരു അവസ്ഥയാണ് ഹിമോഫീലിയ. അപ്പോൾ ചെറിയ മുറിവിൽ നിന്ന് പോലും ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു ജനിതക രോഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് എന്താ ചെയ്യാം? ഏത് പ്രോട്ടീനാണോ ഇല്ലാത്തത് ആ പ്രോട്ടീൻ തിരിച്ചറിഞ്ഞ് രോഗിയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കാരണവും ലക്ഷണവും അതുപോലെ തന്നെ എന്താണ് പരിഹാരം എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. രണ്ടാമതാണ് സിക്കിൾ സെൽ അനീമിയ. അതായത് നമ്മുടെ RBC ഇങ്ങനെ സിക്കിൾ ഷേപ്പിൽ അരിവാള് പോലെ വളയുന്ന അസുഖമാണ് സിക്കിൾ സെൽ അനീമിയ. എന്തുകൊണ്ടാണ് ഇത് വളയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RBCയിലുള്ള ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നത് കുറേ അമിനോ ആസിഡുകൾ ചേർത്ത് വെച്ചാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ജീനിൽ എന്ത് സംഭവിച്ചു? ഒരു ചെറിയ ഡാമേജ് സംഭവിച്ചു. അപ്പോൾ നമ്മളുടെ എന്താണ്? ഹീമോഗ്ലോബിൻ്റെ ഷേപ്പ് മാറി. അങ്ങനെ RBCയുടെ ഷേപ്പ് മാറും. സോ ഡിഫക്റ്റ് ഇൻ ദ ജീൻ കോസ് ഡിഫോമിറ്റി ഇൻ ദ സീക്വൻസിങ്. അമിനോ ആസിഡുകളുടെ സീക്വൻസിൽ വ്യത്യാസം വരും. അപ്പോഴെന്താണ്? ഹീമോഗ്ലോബിൻ്റെ ഷേപ്പ് മാറും. ജീനിലെ വൈകല്യം ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം. അപ്പോൾ എന്താ ചെയ്യുക? നമ്മളുടെ RBC എന്ത് ഷേപ്പായി? ഇങ്ങനത്തെ ഷേപ്പായി. അപ്പോൾ എന്തൊക്കെയാ പ്രശ്നം പറ്റുക? ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി. RBC ആണ് നമ്മൾ 4 ഓക്സിജനെ കൊണ്ടുപോവുക. പക്ഷേ ഇത് ഈ ഷേപ്പായപ്പോൾ നമുക്ക് ഓക്സിജനെ കൊണ്ടുപോകാനുള്ള എത്ര എണ്ണം കുറഞ്ഞു. അപ്പോൾ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റിയിൽ സംവഹന ശേഷി കുറയുന്നു. രണ്ടാമത്തത്, ഇത് രക്തക്കുഴലുകളിലൊക്കെ തങ്ങി നിന്ന് എന്തുണ്ടാകും? രക്തപ്രവാഹം തടസ്സപ്പെടുത്തും. നമ്മളുടെ രക്തത്തിൻ്റെ ഒഴുക്ക് ബ്ലോക്ക് ചെയ്യും. ഇനി മൂന്നാമത്തെ ജനിതക രോഗമാണ് നമ്മളുടെ ക്യാൻസർ. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സെൽസ് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്, അനിയന്ത്രിതമായ വിഭജനം. അപ്പോൾ എങ്ങനെയാണ് കൺട്രോൾ നഷ്ടപ്പെട്ടത്?
അതായത് സെല്ലിനൊക്കെ നമുക്കിങ്ങനെ ഡിവിഷനൊക്കെ കൺട്രോളുണ്ട്. ആ കൺട്രോൾ നഷ്ടപ്പെട്ടപ്പോൾ കോശങ്ങൾ ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് വിഭജിക്കുന്നതാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കൺട്രോൾ അല്ലെങ്കിൽ ഈ നിയന്ത്രണം നഷ്ടപ്പെടാം. അത് ഏതൊക്കെയാണ്? ഒന്ന് സ്മോക്കിംഗ്, പിന്നെ റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം, വൈറസ്, പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ, പിന്നെ പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടൊക്കെ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനത്തിന് മുകളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാം. അപ്പോഴാണ് കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വിഭജിച്ച്, അതുമാത്രമല്ല ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കോശങ്ങൾ മറ്റു കോശങ്ങളിൽ പോയിട്ട് അവരെയും ക്യാൻസറസ് ആക്കി മാറ്റും. ബ്ലഡിലൂടെയും ലിംഫിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കും. അതുകൊണ്ടാണ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഈസിയാണെന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസർ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ? സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ, റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണ ചികിത്സ, കീമോതെറാപ്പി അല്ലെങ്കിൽ രാസചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസറിൻ്റെ ചികിത്സാ രീതികളാണ്. ദെൻ നമ്മളുടെ അടുത്തതാണ് പറയുന്നത്, ദാറ്റ് ഈസ് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ നമ്മൾ പറയും ജീവിതശൈലി രോഗങ്ങൾ. അതിൽ നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് നമ്മുടെ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രമേഹം, ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്നതാണ്. ഫാറ്റി ലിവറിൽ അല്ലെങ്കിൽ കരളിൽ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക്, മസ്തിഷ്കത്തിലേക്ക് പോകുന്ന രക്തക്കുഴൽ പൊട്ടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ദെൻ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അമിത രക്തസമ്മർദ്ദം. നമ്മളുടെ ഹാർട്ടിന് ഒക്കെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഇവിടെയൊക്കെ എന്താണ് ഫാറ്റൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഇവരുടെ ഡയമീറ്റർ കുറയുകയാണ്. അപ്പോൾ അത് ഹാർട്ടിന് വേണ്ടി മാത്രമൊന്നല്ല, എല്ലാ ബ്ലഡ് വെസൽസിൻ്റെയൊക്കെ ഡയമീറ്റർ ഓക്കെ ഇവിടെ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഇവരുടെ ഡയമീറ്റർ കുറയുന്നത് കാരണമാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. ദെൻ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഹാർട്ട് മസിൽസിന് ഓക്സിജൻ കിട്ടില്ല. അങ്ങനെ അവരുടെ പ്രവർത്തനം നിന്ന് പോകുന്നതാണ് ഹാർട്ട് അറ്റാക്ക്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും, വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നമ്മളുടെ സ്മോക്കിങ്ങിന് കാരണം അല്ലേ, സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ സ്മോക്കിങ്ങിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മളുടെ അവയവങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത് നമുക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്, മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടാം. പിന്നെ നമുക്ക് എന്തുണ്ടാകും? അഡിക്ഷൻ ഉണ്ടാകും. ലങ്സിലാണെങ്കിൽ ലങ് ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, ഹാർട്ടിനാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഒക്കെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാം. ദെൻ ലാസ്റ്റ് നമ്മളുടെ പ്ലാന്റ് ആൻഡ് അനിമൽ ഡിസീസസ് ആണ്. പ്ലാന്റ്സിനാകെ നമുക്ക് 2 അസുഖങ്ങളെ പറയുന്നുള്ളൂ, 2 ആൾക്കാരെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു, ഒന്ന് ബാക്ടീരിയ, മറ്റേത് വൈറസ്. അപ്പോൾ ബാക്ടീരിയയുടെ കാര്യത്തിലാണെങ്കിൽ ആന്ത്രാക്സും ഇൻഫ്ലമേഷൻ ഓഫ് അഡറും, അകിട് വീക്കും ആന്ത്രാക്സും ബാക്ടീരിയ. വൈറസ് ആണെങ്കിൽ കുളമ്പ് രോഗം അല്ലെങ്കിൽ ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ദെൻ നമ്മൾ അനിമൽ ഡിസീസസിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന 2 എണ്ണമാണ്. ഒന്ന് ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, പിന്നെ വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചോൾ. ദെൻ വൈറസ് ഉണ്ടാക്കുന്നതാണ് മൊസൈക്ക് ഡിസീസും അതുപോലെ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, കുറുനാമ്പ് രോഗം നമ്മുടെ ബനാനയിൽ. ദെൻ ഫംഗസ് ഉണ്ടാക്കുന്നത് ക്വിക്ക് വിൽറ്റ് ഇൻ പെപ്പർ, അതുപോലെ ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, കോമ്പുചീയിൽ, തെങ്ങിൽ, അതുപോലെ തന്നെ ദ്രുതവാട്ടം പെപ്പറിൽ. ഇത്രയേ ഉള്ളൂ കംപ്ലീറ്റ് ചാപ്റ്റർ. എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ എന്ത് കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ക്വിക്കായിട്ടുള്ള ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് വീഡിയോയിൽ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.